നല്ല ചൂട് പൊറാട്ടൻ്റെ കൂടെ ഈ ഒരു കറി കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു മലായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വീട്ടിൽ ചിക്കൻ കൊണ്ടുവന്നപ്പം എന്തായാലും മലായി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ അത് നോക്കിയപ്പോൾ ഫ്രഷ് ക്രീമും കേർഡും കയ്യിലില്ല. അങ്ങനെ ഞാൻ നേരെ നമ്മളെ AI ചേട്ടനോട് ചോദിച്ചു ഹൗ ടു മേക്ക് എ മലായി ചിക്കൻ വിത്തൗട്ട് കേർഡ് ആൻഡ് ഫ്രഷ് ക്രീം. അപ്പോൾ മൂപ്പര് തന്നിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്, മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. എന്നിട്ട് നമ്മൾക്ക് ഉള്ളി വേണം, ഒരു 2 ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തത് കേട്ടോ. പിന്നെ ഈ ഫ്രഷ് ക്രീമിനും കേർഡിനും പകരം നമ്മൾ AI ചേട്ടൻ പറഞ്ഞത് നമ്മളെ കാഷ്യൂസ് ഇല്ലേ, അതൊന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പാലും ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കി വെച്ചാൽ ഇതിലേക്കുള്ള 3 ഐറ്റംസ് ഇതിൽ കൂടെ റെഡി ആവും കേട്ടോ. ഒന്ന് നമുക്ക് ഫ്രഷ് ക്രീമിനുള്ളത്, കേർഡിനുള്ളത്, അതുപോലെ തന്നെ നമുക്ക് കാഷ്യൂസിൻ്റെ ക്രീം ഈ ഒരു ഒറ്റ സാധനത്തിലൂടെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുരുമുളകിൻ്റെ കുറച്ച് മണികളും അതുപോലെ തന്നെ കുറച്ച് സ്പൈസസും ആഡ് ചെയ്തിട്ട് ഉള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 പച്ചമുളകും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സില്ലേ അതും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഉള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കനില്ലേ അതും അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഇളക്കൽ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ കറിയൊക്കെ ഇളക്കുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടുന്നാണല്ലോ പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു മലായി ചിക്കനിലേക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മൾ മല്ലിപ്പൊടിയില്ലേ അതും, പിന്നെ അത്യാവശ്യം അളവെടുക്കാണ്ട് ഞാൻ കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ അങ്ങ് ഇളക്കന്നെ. എന്നിട്ട് നമ്മൾ ആ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സിലെ കാഷ്യൂസിൻ്റെ അതും അതിൻ്റെ ബാക്കി ഉണ്ടാവും, അതും അതിലേക്ക് ഇനി ബാക്കിയുള്ളതും കൂടി കുറച്ച് വെള്ളം കൂട്ടി അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് ചിക്കൻ നമ്മളൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പാലിൽ കോൺഫ്ലോർ ഒന്ന് കലക്കി ഒഴിക്കുക. ഇനി പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തിയും ഒന്ന് അതിലേക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് ഒരു പീസ് ബട്ടറും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇതും ഇളക്കി കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള മലായി ചിക്കൻ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മലായി ചിക്കൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്. ബട്ടർ ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ മലായി ചിക്കൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നതും വീട്ടിലുണ്ടാക്കുന്നതും ഫസ്റ്റ് ടൈം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മലായി ചിക്കൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഐറ്റമാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല ചൂടുള്ള നല്ല മുരിഞ്ഞ പൊറാട്ടൻ്റെ കൂടെ ഈ ഒരു കുറച്ചൊരു കറി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിനായിരിക്കും. എനിക്ക് ക്രീമി കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കറി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എന്തായാലും ഡിന്നർ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.